നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആരംഭിച്ചത് അവസാനിപ്പിച്ചത് ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, നിശ്ചയമായും നാം താങ്കൾക്ക് ഇറക്കിയിട്ടുണ്ട് സർവ്വ യാഥാർത്ഥ്യങ്ങളും വെളിപ്പെടുത്തിയ, അതായത് മനുഷ്യരെ സംബന്ധിച്ച സർവ്വ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയുമുള്ള കിതാബ്. ആ കിതാബ് താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ എന്തിനാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, അത് നമ്മളിപ്പോൾ ഈ വിചാരിക്കണ മാതിരി ഓതാനോ ഐക്കല്ല് കെട്ടാനോ അല്ലെങ്കിൽ കലക്കി കുടിക്കാനോ അല്ലെങ്കിൽ കാണാപാഠം പഠിച്ചിട്ട് അങ്ങനെ പള്ളിയിൽ പണിയെടുക്കാനോ അതിനൊന്നല്ല. ലി തഹക്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധിക്കണം, ജനങ്ങൾക്കിടയിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ അള്ളാഹു താങ്കൾക്ക് ഇറക്കിയതും താങ്കളെ അതിന് വേണ്ടി അയച്ചതുമൊക്കെ. ബിമാ അറാക്കല്ലാന്ന, താങ്കൾക്ക് ഞാൻ കാണിച്ചു തന്നതുപോലെ. ഇതിൻ്റെ ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ബിമാ അറാക്കല്ല എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ മാത്രമല്ല, ഈ ഖുർആനിന് അൻസലല്ലാ എന്നാണ് പറയാം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൻസൽനാ ഇലൈക്കൽ കിതാബ. ഇവിടെ റസൂലിനുണ്ടാകുന്ന മറ്റു വഹയുകളും കൂടി ബാധകമാണ്. അതാണ് അറാക്കല്ല. രണ്ട് തരം വഹയുണ്ട് എന്ന് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഒന്ന് മത്ലൂബ് എന്നാണ് പറയാം, അതായത് നമ്മൾ പാരായണം ചെയ്യുന്ന വഹി, അതാണ് ഈ ഖുർആൻ. മറ്റൊന്ന് ഗൈറു മത്ലൂബാണ്, നമ്മൾ പാരായണം ചെയ്യാത്ത വഹി, അതും വഹി തന്നെയാണ്. അതാണ് നമ്മൾ റസൂലിൻ്റെ ഭാഷയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ റസൂലിൻ്റെ ചര്യയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹദീസുകൾ, നമ്മൾ സുന്നത്ത് എന്ന് പറയുന്ന സംഭവം. ഇത് രണ്ടും വഹിയാണ്. അത് കൂടിയിട്ട്, അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ബിമാ അറാക്കല്ല എന്ന് പറയുന്നത്. കാരണം അള്ളാഹു പല ജ്ഞാനങ്ങളും ഈ ഖുർആനിലൂടെ മാത്രമല്ല റസൂലിന് കൊടുത്തിട്ടുള്ളത്. സ്വപ്നങ്ങളായി കൊടുത്തിട്ടുണ്ട്, ജ്ഞാനങ്ങളായിട്ട് മനസ്സിലിട്ട് കൊടുക്കുന്ന, അങ്ങനെ പല പരിപാടികളുണ്ട്. അത് മുഴുവനൊന്നും ഈ ഖുർആനിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് ഇത് രണ്ടും കൂടി ആകുമ്പോഴാണ്. റസൂലിനെ അങ്ങ് മാറ്റിവെച്ച് അല്ലെങ്കിൽ ഹദീസുകൾ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇസ്ലാം എടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഏർപ്പാടല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രയോഗം തന്നെ, ബിമാ അറാക്കല്ല, നിനക്ക് അള്ള കാണിച്ചു തന്നതുപോലെ വിധിക്കണം. വലാ തകുല്ലിൽ ഖായിനീന ഖസീമ, ഈ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു പടയങ്കി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന വിഷയങ്ങളൊക്കെ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. അതായത് നീതിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ദീനിൽ എന്നുള്ള, അതാണ് സംഭവം. അപ്പോൾ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയത്തിലും, അത് കേസുകളിൽ മാത്രമല്ല, നമ്മൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഓരോ നടപടികളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമുക്ക് വിധിച്ചു തരുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചാലക ശക്തിയാവേണ്ടത്. അത് പോരെന്നാർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അയാൾ വലാലത്തിലാണ്. അതതിൻ്റെ ഇത് അടിസ്ഥാനപരമായിട്ട് ദീനിൻ്റെയും ഒക്കെ ഒരു സംഭവം, അടിസ്ഥാനപരമായ സംഭവമാണ്. പണ്ടൊരാളെ ഒരു സാഹിത്യകാരൻ പറഞ്ഞു, മുണ്ടുടുക്കുന്നത് മുതൽ മൂത്രമൊഴിക്കുന്നത് വരെ സകല കാര്യവും ഇസ്ലാമിലുണ്ടെന്ന്. അതായത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് വഴി നമുക്ക് ഒരു വിധി ഉണ്ടാവും. ആ വിധിയെ, അത് നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. ആ വിധിയെ അത് ഇത്ര പോരാ, ഒന്നും കൂടി നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്യാൻ പറ്റില്ല. ആ വിധി എന്താണോ അതിൽ നിൽക്കണം. ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇത് പോരെന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് പലതും കടന്നു വരും, ഇല്ലേ? അങ്ങനെ കടന്നു വരുന്നില്ലേ? അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഓരോ വിഷയങ്ങളിലും റസൂല് പഠിപ്പിക്കാത്ത നിരവധി കാര്യങ്ങൾ കടന്നു വന്നത്. ഇപ്പോൾ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയുന്നത് പോരാ, നമുക്ക് നാരിയ സലാത്ത് വേണം, സലാത്തുൽ ഫാത്തിഹ വേണം, ഇതൊക്കെ വേണം, വേണ്ടേ? അങ്ങനെയൊക്കെ വേണം. നമുക്ക് റസൂലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നിരവധി പ്രാർത്ഥനകളുണ്ട്, അതൊന്നും നമുക്ക് പോരാ. നമുക്ക് മങ്കൂസ് മൗലൂദ് വേണം, കുത്തിബിയത്ത് വേണം, മൊയ്യദ്ദി മാല വേണം, ഒക്കെ വേണം. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഈ അള്ളാഹുവിൻ്റെ റസൂല് വിധിച്ചത് കൊണ്ട് നമുക്ക് തൃപ്തിയില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ താങ്കൾ ഒരു വിധി കൽപ്പിക്കുകയും ആ വിധിയെ അവർ തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്താൽ അവരൊരിക്കലും മുഅ്മിനീങ്ങൾ ആവുകയില്ല എന്ന്. റബ്ബിനെ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്ത് പറയാം, അതാവില്ല എന്ന്. അത് നമ്മൾ ഏത് നടപടികളിലും അത് വിവാഹമായാലും വിവാഹമോചനമായാലും മരണമായാലും പ്രസവമായാലും എന്ത് സംഭവങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് വിധിയാണോ നമുക്ക് നൽകുന്നത് അതിൽ തൃപ്തിപ്പെടാൻ നമുക്കായില്ലെങ്കിൽ
നമ്മളെന്താവില്ല, മുഅ്മിനാവുകയില്ല എന്ന് ഖുർആൻ തന്നെ പലയിടത്തും പറയുന്നുണ്ട്. അതുമാതിരി ഈ വിഷയങ്ങളിൽ നീതി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖിസ്ത് എന്നാണ് പറയുക. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതി എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ വളരെ അപ്പുറം. കാരണം ഓരോ ജീവിക്കും ഓരോ സൃഷ്ടിക്കും അതിന് അള്ളാഹു വെച്ചിട്ടുള്ള ആ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ ഉള്ള സംഭവമാണ് ഖിസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നായ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വെറുതെ അതിനടുത്തൊരു കല്ലെടുത്തെറിയാന്ന് പറയുന്നത് അതൊക്കെ ഖിസ്തിനെതിരാണ്. കാരണം അള്ളാഹ് അതിനൊരു തക്കദീർ വെച്ചിട്ടുണ്ട്. ആ തക്കദീറിൻ്റെ ഭാഗമായിട്ടാവും അത് ഓടണവും പായണമൊക്കെ. നമുക്ക് ഇതിനിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഖിസ്താണ്. അതുകൊണ്ടാണ് ഖുർആൻ ഈ സൂറത്തുർ റഹ്മാനിലൊക്കെ പറയുന്നത് വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ. അള്ളാഹു ഈ ആകാശത്തെ, ഉപരിലോകത്തെ, നമ്മൾ ഈ പറയുന്ന ആകാശം എന്നല്ല, ഉപരിലോകത്തെ അള്ളാഹു അത് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. വവളഅൽ മീസാൻ, അതിൽ അള്ളാഹു ബാലൻസ് നിക്ഷേപിച്ചിട്ടുണ്ട്, ബാലൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, ആ ബാലൻസിങ്ങിൽ നിങ്ങൾ ഒരിക്കലും അതിരുവിടാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ നീതി എന്ന് പറയുന്നത്. അത് പ്രകൃതിയിലുണ്ട്, സമൂഹത്തിലുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒറ്റക്കല്ല. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് സൃഷ്ടിയാണ്. അതിൻ്റെ കൂടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ ഒരുവിധ കൈകാര്യാധികാരമുണ്ട് ഈ ജീവികളുടെ ഒക്കെ മേലെ, ഈ സൃഷ്ടികളുടെ ഒക്കെ മേലുണ്ട്. ഇതിനൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതൊരതിര് വിട്ടിട്ട് എവിടെ പോയാലും അള്ളാഹു നിലനിർത്തിയ ബാലൻസിങ് തെറ്റും. അത് ഭൂമിയുടെ മാത്രമല്ല, അത് ഉപരിലോകത്തേക്ക് കൂടി നീളുന്നതാണ്. അതായത് മനുഷ്യൻ്റെ ഏത് കർമ്മവും ഈ ഭൂമിയിൽ മാത്രം നിൽക്കില്ല. അപ്പം അതുകൊണ്ട് അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്. കണ്ട, ഈ ബാലൻസിങ് അതാണ് ഖിസ്ത്, അതാണ് നീതി. നമ്മളൊരു കേസിലും ഇത് പറയണത് മാത്രമല്ല, അത് ഒരു ജീവിയോട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട്, ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനോട്, അതിനെ ചൂഷണം ചെയ്യുന്നതിനോട്, ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലാ തുഖ്സിറുൽ മീസാൻ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ബാലൻസിങ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹ് പറയാം വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമിയെ ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത് ലിൽ അനാം, സർവ്വ സൃഷ്ടികൾക്കും വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടല്ലാന്ന്. അതൊക്കെ ഖുർആനിൽ നിരവധി ആശയങ്ങളിലൂടെ ഈ ഖുർആൻ നമ്മളോട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ നീതിയെക്കുറിച്ച് ഇത്രമാത്രം ഖുർആൻ ഇവിടെ ഉപന്യസിക്കുന്നത്. സംഗതി ഒരു പടയങ്കി കെട്ട ഒരു കഥ, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരായത്ത്, അത് അന്ന് അവസാനിച്ചു പോകേണ്ടതല്ലേ? എന്തിനാണ് ഈ ലോകാവസാനം വരെ ഈ ഒരു സംഭവം, ഈ ഒരു ആയത്ത് ഇവിടെ നിർത്തിയേക്കണത്? എന്തിനായി നിർത്തിയത്? ഒരു സമൂഹത്തിലുണ്ടാകുന്ന, ഇപ്പം നമ്മുടെ അവിടെ ഒരു അടക്ക എന്തെങ്കിലും കട്ട കാലാകാലം അങ്ങനെ നിൽക്കണം, അത് അന്ന് തീർന്നു പോകേണ്ടതല്ലേ? പക്ഷേ അതല്ല, അത് ഖുർആനിൽ ലോകാവസാനം വരെ പാരായണം ചെയ്യുന്നതായിട്ടും പഠിക്കേണ്ടതായിട്ടും നിർത്തിക്കുക. അതിൻ്റെ ആ പശ്ചാത്തലം ഇന്നും നമ്മൾ ഈ ആയത്ത് എവിടെ നമ്മൾ തഫ്സീറിൽ വായിച്ചാലും ആ പശ്ചാത്തലം ഉണ്ടാവും. കാരണം ഈ പടയങ്കി മോഷ്ടിച്ചത് മുസ്ലിമായി അറിയപ്പെട്ട ആളുകളാണ്. അവരുടെ ഗോത്രം ഒന്നടങ്ങ് ആ കള്ളൻ്റെ കൂടെ നിൽക്കുകയാണ്. കാരണം അന്നൊരു ഗോത്രവും ഒക്കെ, ഒരു മദീനയിൽ ഒരു ഗോത്രം മുഴുവൻ കൂടെ ഉണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ കാലത്ത് അത് വിലപ്പെട്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ സംഭവത്തിൻ്റെ അവിടെ യഹൂദനെതിരെ വിധി പറയാൻ പ്രത്യക്ഷമായ തെളിവുകളൊക്കെ ഉണ്ട്. കാരണം തൊണ്ടി യഹൂദൻ്റെ അടുത്ത് നിന്ന് കണ്ടെടുത്തു. മറ്റേ കൂട്ടരാണിച്ചെങ്കിൽ, മോഷ്ടിച്ചവരാണിച്ചെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ കിട്ടിയ നിലവിൽ തെളിവ് വെച്ചിട്ടാണ് ഏതൊരു ന്യായാധിപനും വിധി വിധിക്കുക. ഇവിടെ റസൂലിന് വഹയ്യ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ റസൂലും അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുക. കാരണം തെളിവ് വെച്ചിട്ടേ വിധി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഇതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് പോലും അവിടെ അബദ്ധം സംഭവിക്കാൻ, തെറ്റ് പറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. റസൂലാണെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും നിലക്ക് തെറ്റുപറ്റിയാൽ ഒരൊറ്റ മാർഗ്ഗമേ പിന്നുള്ളൂ എന്നാണ്, വസ്തഗ്ഫിരില്ലാ, അതാണ് ഇസ്തിഗ്ഫാർ തേടുക. അത് റസൂലാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. അബദ്ധം പറ്റിയോ തെറ്റു പറ്റിയോ പിന്നെ ഒരേ ഒരു മാർഗ്ഗമേ തുറന്നു കിടക്കുന്നുള്ളൂ, അത് അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതാണ് വസ്തഗ്ഫിരില്ലാ എന്ന് പറഞ്ഞിട്ട് ആയത്ത് തുടങ്ങുന്നത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു കാന ഗഫൂറർ റഹീമ, അള്ളാഹു ഗഫൂറുർ റഹീമുമാണ്. എന്തുകൊണ്ടാണ് ഈ ഇസ്തിഗ്ഫാർ തേടുന്നതെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ രണ്ട് ഗുണങ്ങളാണ്. അള്ളാഹു തന്നെ അള്ളാഹുവിന് നിർബന്ധമാക്കിയ രണ്ട് ഗുണങ്ങൾ, അതാണ് സിഫത്ത്.
അത് ഒന്ന് ഗഫൂറാണ്, അള്ളാഹു പാപമോചനം സ്വീകരിക്കുന്നവനാണ്, പാപമോചനം ചെയ്യുന്നവനാണ്. റഹീമാണ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് പ്രത്യേകിച്ച് മനുഷ്യരോട് കരുണയുള്ളവനാണ്. അത് രണ്ടുമാണ് അതിൻ്റെ ഗ്യാരണ്ടി. അതുകൊണ്ടാണ് പാപമോചനം ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ വലാ തുജാദിൽ, നീ വാദിക്കരുത്. ആ വിഷയത്തിൻ്റെ മുകളിൽ നിന്ന് പോകുന്നില്ല, കാരണം ഇവിടെ അങ്ങനെ വാദം നടക്കുന്നുണ്ട്. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും, സ്വന്തത്തെ വഞ്ചിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഇവിടെ സ്വന്തത്തെ വഞ്ചിക്കുക എന്താ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാ വിഷയം. കാരണം മനുഷ്യൻ ഇതോടെ എന്ന് പറയുന്നത് ഒറ്റക്ക് അങ്ങ് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി വന്നവനല്ല, അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്. മറ്റു സൃഷ്ടികൾക്ക് ബാധിക്കുന്ന ഏത് പ്രശ്നത്തിൻ്റെയും ഉത്തരവാദിത്തം അവസാനം വന്ന് ചെല്ലുക ആർക്കാ? മനുഷ്യനാണ്. കാരണം മനുഷ്യൻ്റെ കൈകടത്തലില്ലാതെ ഇതൊന്നും നാശാവില്ല. അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, അപ്പം ആടിന് ഇപ്പോൾ വില കൂടിയെന്ന് അറിയണ്, നമ്മളില്ലെങ്കിൽ ആടിന് വല്ല പ്രശ്നമുണ്ടാ? ആടിന് വല്ല പ്രശ്നമുണ്ടാ? നമ്മളില്ലെങ്കിൽ അവരൊന്നും കൂടി സുഖമായി ജീവിക്കുന്നല്ലാതെ അവർക്കൊരു പ്രശ്നമില്ല. ആടില്ലെങ്കിൽ, കോഴിയില്ലെങ്കിൽ, പോത്തില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതായത് എല്ലാ സൃഷ്ടികളും നമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സൃഷ്ടി ഇവിടെ നിൽക്കുന്നില്ല, ഒരു സൃഷ്ടിയില്ല. നമ്മളങ്ങോട്ട് ഇല്ലാണ്ടായി വിചാരിച്ചിട്ട് ഇവിടെ കഷ്ടപ്പെടുന്ന ഒരു ജീവിയില്ല, ഒന്നും കൂടി നന്നാകുക എന്നല്ലാതെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളതിൻ്റെയും കൂടി ഉത്തരവാദികളാണ്. അതാണ് നേരത്തെ സൂറത്തുർ റഹ്മാനിൽ നമ്മൾ ആ വിഷയം പറയുന്നത്. കാരണം ഇത് അനാമിന് വേണ്ടി അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ അനാമിൻ്റെ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ആത്യന്തികമായി വന്നു ചേരുക ഈ മനുഷ്യരിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്ത് ചെയ്യുമ്പോഴും നീതിബോധത്തോടെ ചെയ്യണം. അതല്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസിങ് തെറ്റുന്നതാണ്. ഇതിൻ്റെ ബാലൻസിങ് തെറ്റും. നമ്മളിപ്പോൾ ശരിക്കും ബാലൻസിങ് തെറ്റിയ അവസ്ഥയിലാണ്. അപ്പോൾ അത് അവസാനം അനുഭവിക്കേണ്ടി വരിക ആരാച്ചാൽ നമ്മൾ തന്നെ. അതാണ് തഖ്താനൂന അൻഫുസഹും, സ്വന്തത്തെ യഖ്താനൂന അൻഫുസഹും, സ്വന്തത്തെ വഞ്ചിക്കുക. കാരണം ഇതെൻ്റെ അവസാനത്തെ അനുഭവിക്കേണ്ടത് ഭൂമിയിലായാലും പരലോകത്തായാലും ഈ മനുഷ്യനാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, നിശ്ചയമായും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല മൻ കാന ഖവ്വാനൻ അസീമ എന്നാണ്. അതായത് ഈ വഞ്ചകരും, സ്വന്തത്തെ വഞ്ചിക്കുക എന്ന് പറയുന്നത് തന്നെ കടുത്ത കുറ്റകൃത്യമാണ്. കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അഹ്സനി തക്വീമിലാണെന്നാ പറയാം. അഹ്സനി തക്വീം, അതായത് മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്ത തക്വീം ഈ മനുഷ്യനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുകയില്ല, പരലോകത്തേക്ക് കൂടുന്നൊരു വാല്യൂ ഉണ്ട്. ഒരു സാധനത്തിൻ്റെ ഉപയോഗമാണല്ലോ അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്, അല്ലേ? അത് മനുഷ്യൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആടിൻ്റെയും പോത്തിൻ്റെയും വാല്യൂ അല്ല, അത് ഇവിടെ മാംസത്തിൻ്റെ വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ വാല്യൂ എന്ന് കിടക്കുന്നത് രണ്ട് സ്ഥലത്തേക്കായിട്ട്. ഒന്ന് ഭൂമിയിലാണ്, അതിൻ്റെക്കാൾ അപ്പുറം അത് പരലോകത്തേക്കാണ്. ഇതാണ് ഈ അഹ്സനു തക്വീം എന്ന് പറഞ്ഞാൽ. അത് വേറൊരു സൃഷ്ടിക്കും ഈ ഭൂമിയിൽ നമ്മൾ കാണില്ല, ജിന്നൊഴിച്ച്. അതിപ്പോൾ നമ്മുടെ കണ്ണിലേതായാലും ഇല്ലതാനും. അപ്പോൾ അതാണ് ആ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ കുറ്റകൃത്യമാണ് ഈ സ്വന്തത്തെ വഞ്ചിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളാത്തവൻ ചെയ്യുന്നത്. നീതിനെ പറ്റിയിട്ട് ധാരാളം വാക്യങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കൂടി ചേർത്ത് നമ്മൾ ഇതിനോട് കൂടി ചുറ്റിട്ട് വായിക്കണം. ഇതൊക്കെ വയ്ക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒക്കെ കൃത്യമായ ചിത്രം ഒന്നുകൂടി കിട്ടുക. എന്നിട്ട് അള്ളാഹ് പറയാണ് യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ഈ അനീതി, അതായത് അവർ ചെയ്ത ഒരു കാര്യം അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഈ പടയങ്കി മോഷണവുമായി ബന്ധപ്പെട്ട ആ സംഭവം നമ്മൾ ഇതിലിങ്ങനൊക്കെ വെക്കണം കേട്ടോ. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്ക് അത് മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല. മനുഷ്യരിൽ നിന്ന് അവർക്ക് മറച്ചു വെക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വഹുവ മഅഹും, അള്ളാഹു അവരോട് കൂടെയുണ്ട്. ഈ വഹുവ മഅഹും എന്നൊക്കെ ഉള്ളതിൽ പല വ്യതിയാനങ്ങളിലേക്കും ഈ മനുഷ്യർ മുസ്ലിമീങ്ങൾ തന്നെ പോയിട്ടുണ്ട്. അതായത് അള്ളാഹു ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ഹുവ മഅഹും, അത് ഓക്കെ, ഇതൊരു പറയുന്ന വാക്ക്. പക്ഷെ സാധാരണ നമ്മൾ പറയാം അള്ളാഹ് എല്ലായിടത്തുണ്ട് എന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ? എന്നാൽ അങ്ങനെയല്ല. അഹ്ലുസുന്ന എന്ന് പറയുന്ന വിഭാഗം, അതായത് അഹ്ലുസുന്ന, അതായത് മുസ്ലിമീങ്ങൾ പറയുക അള്ളാഹു ഉപരിയാണ് എന്നാണ്. ഇത് മറ്റേ വാക്കാണ്. അതായത് ദൈവം തൂണിലും തുരുമ്പിലൊക്കെ ഉണ്ട് എന്നറിയില്ലേ? അത് ദൈവത്തിൻ്റെ സത്തയെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ സത്ത എന്ന് പറയുന്നത് ഒന്നിലുമില്ല.
ഒന്നിലുമില്ല. അത് എവിടെയെന്ന് പറയാൻ പറ്റില്ല. നമുക്കാകെ പറയാൻ പറ്റുന്നത് അത് ഉപരിയാണ്. അതായത് നമ്മുടെ അറിവിൻ്റെയും ഇതിൻ്റെ ഒക്കെ പരിധിക്ക് അപ്പുറത്താണ്. ഇപ്പോൾ ഇതിൽ നിന്നാണ് ചിലവരൊക്കെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയുന്നത്. മുസ്ലിമീങ്ങളിൽ തന്നെ പല വിഭാഗീയതയും അതിൻ്റെ കൂട്ടി പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് വഹുവ മഅഹും, അള്ളാഹു എല്ലായിടത്തു നിന്നും നിങ്ങളെ വീക്ഷിക്കുകയും കാണുകയും നിങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് സിസ്റ്റമാണ്, അത് സിസ്റ്റമാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ സത്തങ്ങളോട് കൂടെ എപ്പോഴും ഇങ്ങനെ കുത്തിരിക്കേണ്ടതെന്നൊന്നല്ല. ഇത് സത്തയെക്കുറിച്ചൊന്നുള്ള ചർച്ചയല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ് നിങ്ങളെപ്പോഴും, അള്ളാഹുവിൻ്റെ അറിവിലാണ്, അള്ളാഹുവിൻ്റെ വലയത്തിലാണ്. അതാണ്. അതിൽ നിന്നും ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും പുറത്തു പോകാൻ കഴിയുകയില്ല. ഇത് യുബയ്യിത്തൂന മാലായിറുള മിനൽ ഖൗലി, നിങ്ങൾ അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത, റസൂലിനെതിരായ ഒക്കെ വർത്തമാനങ്ങൾ നിങ്ങൾ രാത്രി ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളെ കേൾക്കുന്നുണ്ട്, നിങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് വഹുവ മഅഹു എന്ന് പറയുമ്പോൾ ആശയം. വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീത, അള്ളാഹു നിങ്ങളുടെ സർവ്വ അമലുകളെയും വലയം ചെയ്തിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ഈ സിസ്റ്റത്തിനപ്പുറത്ത് ഒരാൾക്കും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഈ തന്ത്രത്തിനകത്ത് നിന്നുകൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് നമ്മുടെ തന്ത്രമാണെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ വലയത്തിനകത്ത് നിന്ന് ഒരു പ്രവൃത്തിയും ഒരു ചിന്തയും ഒരു ഗൂഢാലോചനയും ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നുള്ളത്. ആ ബോധം നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ എന്നുള്ള ഈ പ്രശ്നം നമുക്ക് വരുന്നത്. എന്നിട്ട് പറയാം, ഹാ അന്തും ഹാ ഉലായി, നിങ്ങൾ ഈ കൂട്ടർ, ജാദൽതും അൻഹും, അവർക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് വാദിക്കുന്നു. ഈ അൽ ഹയാത്ത് ദുനിയ, ഈ ഭൂമിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി അങ്ങ് വാദിക്കുന്നു. കാരണം ഇവിടെ അങ്ങനത്തെ ആളുകൾ, നുണ പറയുന്ന, സ്വന്തത്തെ വഞ്ചിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളാത്ത ആളുകൾക്കൊക്കെ കൂടാൻ ഇവിടെ ധാരാളം ആളുകളുണ്ടാവും. കാരണം അവരെ പരലോക വിശ്വാസമോ അള്ളാഹുവിലുള്ള വിശ്വാസമോ അള്ളാഹു അവരെ കാണുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വിശ്വാസമോ ഒന്നും അവരെ ഭരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പരമാവധി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകമാണ്. അതിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി, അത് നേടാൻ വേണ്ടി, ആ അധികാരം നേടാൻ വേണ്ടി അവർ എന്ത് വഴിയും തേടും. അപ്പോൾ അതിൻ്റെ കൂടെ പങ്കുപറ്റാൻ വേണ്ടി എപ്പോഴും ധാരാളം ആളുകളും കാണും. ഫമൻ യുജാദിലുല്ലാഹ അൻഹും, അവരെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ആരാണ് തർക്കിക്കുക? മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കാൻ ആരാണ് ഉണ്ടാവുക? അവർക്ക് വേണ്ടി ആര് വാദിക്കും? ഇവിടെ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ആരനെ വേണമെങ്കിൽ റബ്ബാക്കാം, ആരനെ വേണമെങ്കിൽ ഇലാഹാക്കാം, ഒക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട്, അനുമതി ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവില്ല. സംഗതിയൊക്കെ ഉണ്ടാവും, സംഗതിയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നിടത്ത് ഈ സംഭവങ്ങളൊന്നും നടക്കുകയില്ല. അവിടെ ആരാണ് ഇവർക്ക് വേണ്ടി തർക്കിക്കുക എന്നാണ് യൗമൽ ഖിയാമത്തി, ആ നിലവിൽ വരുന്ന ആ അന്ത്യഘട്ടത്തിൽ. അമ്മൻ യകൂനു അലൈഹിം വക്കീല, ഇവർക്ക് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ആരാണ് ഉണ്ടാവുക? ഇതൊക്കെ പരലോക ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കാരണം ഈ പരലോകം എന്ന് പറയുന്ന ഈ ഒരു ബോധം ഇല്ലെങ്കിൽ ബാക്കിയൊന്നും നിലനിൽക്കില്ല. പിന്നെ നീതി എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. നമ്മൾ മാനുഷികത, നീതി എന്നൊക്കെ പിന്നെ പറയുന്നതിൽ ഒരർത്ഥമൊന്നുമില്ല. അതൊക്കെ എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷേ അതിനൊന്നും ഒരു അടിത്തറ ഉണ്ടാവുകയില്ല. ഈ അടിത്തറ കെടുക്കുന്നത് മുഴുവൻ ഈ പരലോക ബോധത്തിലാണ്. കാരണം പരലോകത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഇതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുവെന്നും അല്ലെങ്കിൽ അനുകൂലമായ പ്രതിഫലങ്ങൾ ഉണ്ടാവും. ഈ സംഭവങ്ങളിലാണ് ഇതിൻ്റെ അടിസ്ഥാനം കെടുക്കുന്നത്. അതുകൊണ്ട് ഖിയാമത്തിനെ കുറിച്ചിട്ടുള്ള, അതുകൊണ്ടാണ് വല്യൗമിൽ ആഖിരി എന്ന് ഖുർആൻ അടിക്കടി ഈ പറയുന്നത്. ഈ ആഖിറത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഈ വിശ്വാസമില്ലെങ്കിൽ ബാക്കി ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. അതൊക്കെ അപ്പോൾക്കപ്പോൾ തോന്നുന്നത് ഓരോന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഈ പറഞ്ഞു കിടക്കണ കണ്ടില്ലേ? എത്രമാത്രം ഗംഭീരമായൊരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സ്ഥാനത്തിരുന്നിട്ട് അദ്ദേഹം പറയുന്നത്. അള്ളാഹു തണലിട്ട് കൊടുക്കുമെന്ന് പറയുന്ന 7 വിഭാഗത്തിൽ ഒന്നാമത്തെ ആളാരാന്നറിയോ? ഇമാമുൻ ആദിൽ. കണ്ട,
കാരണം അത്രയും ഗംഭീര ഉത്തരവാദിത്തം, അത്രയും പ്രശ്നങ്ങളും അത്രയും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാവുന്നൊരു രംഗമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നീതിബോധത്തോടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. ആ അങ്ങേയറ്റം പ്രതിഫലം കിട്ടുന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം തന്നെ നുണകളിങ്ങനെ പറഞ്ഞ് പരത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അയാളെ ഭരിക്കുക? ഏത് ദൈവബോധമാണ്, ഏത് പരലോകബോധമാണ്, എന്ത് ബോധമാണ്? ഈ ഭൂമിക്കപ്പുറം പോകുന്നില്ല. അതായത് ഒരു കന്നുകാലിയുടെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചയോ ബുദ്ധിയോ പോണില്ല എന്നുള്ളതാണ്. എന്താണ് ഈ മനുഷ്യനെന്നും എന്തെന്ത് സൗകര്യങ്ങളാണ് അള്ളാഹു ഈ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ ചെയ്തതെന്നും അത് എന്തുകൊണ്ട് ചെയ്തു എന്നും അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോകുന്ന ആർക്കെങ്കിലും ഈ ഉത്തരവാദിത്വത്തിന് എത്ര നിരുത്തരവാദിത്വപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാ ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇവിടെ നീതിയില്ല. എത്ര കോടി ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, ആ ഒരൊറ്റ വാക്ക് കൊണ്ട് പീഡനം അനുഭവിക്കുക അല്ലേ? എത്ര കോടി ജനങ്ങൾ. ഇതിനൊക്കെ അള്ളാഹുവിന് ആർക്കാണ് ഇതിനൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ശിക്ഷ കൊടുക്കാൻ ആർക്കാ പറ്റുക? നമുക്ക് പറ്റുമോ? നമുക്കിപ്പോൾ ഇനി പരമാവധി ഒരാളെ കൊല്ലാനല്ല എന്താ പറ്റുക? ഇനി നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ 40 ഡിഗ്രി ഒക്കെ ചൂട് വരുമ്പോൾ നമ്മളാകെ ഉരുങ്ങി ഒലിക്കണം. ഇതൊരു 80 ഡിഗ്രി ചൂട്, ഒരു 80ലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊരു 2 ദിവസമൊക്കെ കണ്ട് നിന്ന് നോക്കട്ടെ. ഇപ്പം നമ്മൾ മരിച്ചു പോകും, പക്ഷേ ഇത് മരിക്കണില്ലെങ്കിലോ? അതേ സമയത്ത് ഈ നരകത്തിലെ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ അത് 70 ഇരട്ടിയാണെന്നാണ് പറയണത് അല്ലേ? എന്നാലൊട്ടും മരിക്കുന്നുമില്ല. നമ്മളിപ്പോൾ തന്നെ ഒന്ന് അനുഭവിച്ചു. കുറച്ച് നേരം ഒന്നും ഫാനില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇതൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഒന്ന് ഈ ചിന്തേനൊക്കെ ഇതിലേക്കൊന്ന് പായിക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ ഈ ഭൂമിയിൽ നമുക്ക് കൃത്യമായിട്ടും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും ഗംഭീര സംവിധാനങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ സൗകര്യങ്ങളാണ്. ഈ ഫലസ്തീനിലെ ആളുകളുടെ നമ്മളുടെ ഒപ്പമുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി നമ്മൾ, അവരുടെ സൗകര്യങ്ങളും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു ഈ പറയുന്ന ചെറിയ വാക്കുകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും നമ്മുടെ ചിന്താശക്തിയെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതിന് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള അതുമാതിരി ഒരു ചിന്താശക്തി അള്ളാഹു നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വാക്കുകളാണ് അള്ളാഹു ഇവിടെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കാൻ മെനക്കെടണമെന്നേ ഉള്ളൂ. വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കുക, ഔ യളിം നഫ്സഹു, അഥവാ സ്വന്തത്തെ ആക്രമിക്കുക. അതായത് നമ്മളൊരു തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്വന്തത്തെ ആക്രമിച്ചു എന്നാണ്. കാരണം അതുകൊണ്ട് ഇപ്പോൾ അള്ളാഹ്ക്കൊരു കുഴപ്പമില്ല, റസൂലിനും ഇല്ല ഒരു കുഴപ്പം, വേറൊരാൾക്കും ഇല്ല കുഴപ്പം. പിന്നെ ആർക്കാ കുഴപ്പം? നമുക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. റസൂലിനോട് പറയുന്നത് വമാ അർസൽനാക അലൈഹിം ഹഫീള. റസൂലിൻ്റെ പണി ചെയ്തു പോയി, സഹാബാക്കളുടെ പണി ചെയ്തു പോയി, ഓരോരുത്തരും അവരുടെ പണി ചെയ്തു പോയി. വാപ്പാടെ കുറ്റം ഏൽക്കൂ. നമ്മൾ പൂർവികർ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അത് വെച്ച് നടന്ന നമുക്ക് പോയി എന്നല്ലാതെ വേറെ ആർക്കില്ല. അതായത് ആത്യന്തികമായിട്ട് ഒരു തിന്മ നമ്മൾ ചെയ്യുക, അത് ഒന്ന് നമ്മൾ ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു അനീതി പ്രവർത്തിക്കുക. ഏത് നിലക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ലാത്ത ഏത് കാര്യം ചെയ്താലും നമ്മൾ അത് നീതിക്കെതിരാണ്. നീതി നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നല്ലാതെ ഒരു മാർഗവുമില്ല. നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളുടെ അറിവ് മാത്രം വെച്ചിട്ട് നീതി എന്ന് പറയുന്ന സാധനം നിലനിൽക്കില്ല. നമ്മൾ അപ്പോഴത്തെ കാലത്തിനനുസരിച്ച് കണ്ട് ഇനി ഒരു 10, 25 അല്ലെങ്കിൽ 50 കൊല്ലമൊക്കെ മുൻകൂട്ടി കണ്ട് ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും. അതൊക്കെ അങ്ങ് പോയാൽ സാഹചര്യങ്ങൾ ആകെ അങ്ങ് മാറും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വലിയ സംവിധാനങ്ങളൊക്കെ എത്രമാത്രം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തർ പാർട്ടികൾ. പക്ഷെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ പ്രചരണ തന്ത്രം മാറിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇതൊന്നും ഒരു മനുഷ്യരും കണക്ക് കൂട്ടാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. കാര്യങ്ങൾ ഏത് തന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ വലയത്തിലാക്കി എടുക്കുന്നത്. അള്ളാഹുവിന് മാറ്റിമറിക്കാൻ ഒരു സെക്കൻഡേ വേണ്ടു എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിൻ്റെ അപ്പുറമൊന്നും ഒരു നിലക്കും പോവില്ല, എത്ര അഹങ്കരിച്ചാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളൊരു തിന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സ്വന്തത്തോട് അയാൾ അക്രമം പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ അല്ലെങ്കിൽ
അഥവാ എന്ന് പറയുന്ന അർത്ഥത്തിൽ എടുക്കണം. അല്ലെങ്കിൽ ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ അവൻ സ്വന്തത്തോട് ആക്രമിച്ചാൽ, അത് രണ്ടും രണ്ടാവും. പക്ഷെ ഒന്നിൻ്റെ വിശദീകരണമായിട്ടാണ് ഇവിടെ ഔ യദ്ലിം നഫ്സഹു. അപ്പോൾ ഒന്നും കൂടിയും അതിൻ്റെ ആശയ വ്യക്തത വരിക. സുമ്മ യസ്തഗ്ഫിരില്ല, പിന്നെ അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതാണ് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുക എന്നുള്ളതാണ്. ഈ മനുഷ്യന് തിന്മ ചെയ്താൽ, എന്ത് തിന്മ ചെയ്താലും ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് പാപമോചനം തേടലാണ്. അതോടുകൂടി അവൻ നിലപാട് മാറ്റുകയും വേണം. അതാണ് തൗബ എന്ന് പറയുന്നത്. അതായത് ഈ പാപമോചനം തേടുക, പാപം എന്നിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ബോധവും അത് എന്നിൽ നിന്ന് പൊറുക്കണേ എന്നുള്ളതും, അതോടൊപ്പം അവൻ്റെ നിലപാടും മാറണം. മുൻ നിലപാടുകളിൽ നിന്ന് അയാൾ തിരിച്ചു നടക്കണം. അപ്പോഴാണ് ശരിക്ക് തൗബ പൂർണ്ണമാകുന്നത്. അതാണ് ഇവിടെ സംഭവം. യജിദില്ലാഹ ഗഫൂറർ റഹീമ. അങ്ങനെ ഒരു നാൾ ചെയ്യുമ്പോൾ അവന് അള്ളാഹുവിനെ ഗഫൂറും റഹീമുമായി കണ്ടെത്താം. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാന. ഇതിൽക്ക് ആർക്കും നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹുവിനോട് പാപമോചനം വിടുക. തെറ്റ് ചെയ്താൽ ചെയ്ത തന്നെ അല്ലേ? ഓരോരുത്തരും ഓരോ തിന്മ ചെയ്താൽ അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാവും. കാരണം ഒരു പ്രവർത്തനം ഒരു പ്രവർത്തനത്തെ ഇല്ലാതാക്കാതുണ്ടാവില്ല. പിന്നെ അതിൽ ഇടപെടാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അത് അള്ളാഹു മാത്രം. നമ്മളിപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പറയും, ഇപ്പോൾ ഈ ഇന്ത്യയിലേക്ക് ഈ ബ്രിട്ടീഷുകാർ വരാനുള്ള കാരണം ഈ പോർച്ചുഗീസുകാർ കുരുമുളകിന് വില കൂട്ടിയാണത്രേ. കുരുമുളകിൻ്റെ മുകളിൽ അന്ന് കുരുമുളകിൻ്റെ കുത്തക അവരുടെ കയ്യിലാണ്. അവർ അതിന് ചെറുതായിട്ടൊന്ന് വില കൂട്ടിയപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് തന്നെ പോയിട്ട് അവിടെ നിന്നാണ്ട് നേരിട്ട് മേടിച്ചുകൂടാ. അങ്ങനെയാണ് ഇതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഉണ്ടായത്. പിന്നെ അത് എന്ത് വണ്ടിമലൊക്കെയാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് ഇല്ലേ? എത്ര ജീവനുകളാണ് പിന്നെ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതായത് ഒരു ചെറിയ പ്രവർത്തനം പോലും പിന്നീട് അത് എന്തായി മാറുമെന്ന് ആർക്കും അറിയില്ല. ഇതിൽ ഇടപെടാനൊന്നും ഒരു മനുഷ്യനും പിന്നെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ അസ്തഗ്ഫിരില്ല എന്നല്ല പറയുന്നത്. അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ള വ്യക്തിപരമായിട്ടോ സാമൂഹ്യമായിട്ടോ ഇതിൻ്റെ പ്രതിഫലനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിലക്കും നമ്മൾ സ്വന്തത്തിൻ്റെ പാപമോചനം പരലോകത്ത് മാത്രമല്ല, ഇതിനുണ്ടാവുന്ന പ്രതിഫലനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തെന്താ സാധനമായിട്ട് പിന്നെ മാറുക. നമ്മളത് വിട്ടുപോയിട്ടുണ്ടാവും. ഒരു തിയറീനെ കുറിച്ച് പറയണേക്കാൾ പീക്കിങ്ങിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ അത് കാലിഫോർണിയയിൽ കൊടുങ്കാറ്റായി മാറുന്നൊക്കെ, അതതിൻ്റെ ഒരു തിയറിയാണ് ഇത്രേ. എന്നതുപോലെ നമ്മൾ ഈ വിഷയം മറന്നിട്ടുണ്ടാവും. നമ്മൾ ഒരു അനീതി ചെയ്തിട്ടുണ്ടാവും. ആ അനീതി ആരുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് കിടക്കുന്നത്, അത് എങ്ങനെയാണ് വളരുന്നത്, പിന്നീട് അത് എങ്ങനെയാണ് വളർന്നിട്ട് നമുക്ക് ഇതിനൊക്കെ വരണം. ഇതിനൊക്കെ പരിഹാരമാണ് നമ്മൾ ഈ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ പരലോകത്തേക്ക് അതിൻ്റെ കുറ്റം കുറയാമെന്ന് മാത്രമല്ല, അതിന് അത്രയും വ്യാപകമായ വ്യാപ്തിയുണ്ട്. കാരണം ഈ ഭൂമി നിൽക്കുന്നത് ഒരുപാട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അള്ളാഹു പൊറുക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്രയും വിപുലമായ ആശയങ്ങളുമുണ്ട്. അതും കൂടി നമ്മൾ ഈ പാപമോചനം തേടുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത് അതിനും കൂടി പരിഹാരമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. എവിടെ എത്തി നമ്മൾ? യജിദില്ലാഹ അല്ലേ? വമൻ യക്സിബ്, ആരെങ്കിലും സമ്പാദിച്ചാൽ ഇസ്മൻ ഒരു കുറ്റം, ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സി, ഒരാൾ ഒരു കുറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഏർപ്പാടല്ല. അത് അയാൾക്ക് പരലോകത്തേക്ക് ഒരു സമ്പാദ്യമായി രേഖപ്പെട്ടു എന്നാണ്. ഒരു സമ്പാദ്യമായി രേഖപ്പെട്ടു. കുറ്റം മാത്രമല്ല, നല്ല ചെയ്താലും അങ്ങനെ തന്നെ. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കുറ്റം ചെയ്താൽ അത് ആൾ കാണുമോ മറ്റാൾ കാണുമോ എന്നുള്ളതൊന്നല്ല അതിൻ്റെ പ്രശ്നം. അതിൻ്റെ മഹാപ്രശ്നം കെടുക്കുന്നത് കുറ്റം എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിന് എതിരായി എന്ത് ചെയ്താലും ഇത് കുറ്റമായിട്ടാണ് രേഖപ്പെടുക. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മുണ്ടുടുക്കുന്നത് മുതൽ മൂത്രമൊഴിക്കുന്നത് വരെ റസൂലിൻ്റെ മാർഗദർശനമുണ്ടെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ വളരെ നമ്മൾ ചെറുത് വലുത് എന്നുള്ളതൊന്നുമില്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം അതിന് എതിര് വരുന്ന ഏതൊരു സാധനവും നമുക്ക് ഒരു കുറ്റമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രേഖപ്പെടുന്നതാണ്. അത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അള്ളാഹു ഈ പറയുന്ന സംഭവമൊക്കെ നമ്മൾ
അത് ഗൗരവമാകുന്നത്. ആ ഓരോന്നും നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എന്തെല്ലാം ഓരോന്ന് രേഖപ്പെടുന്നുണ്ടാവും ഇല്ലേ? എന്തെല്ലാം രേഖപ്പെടുന്നുണ്ടാവും. അതുകൂടിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ഈ വാക്കുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നീതിക്ക് എതിരാണ്. നീതിക്ക് എതിരാണ്. നമ്മുടെ ഒരു പ്രവർത്തനവും നമ്മളുടെ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ആശയങ്ങളുള്ള വാക്കുകളാണ്. നീതിക്ക് എതിരാണ് നമ്മൾ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നു, റസൂലിന് എതിര് പ്രവർത്തിക്കുന്നതും ഒക്കെ. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കും. ആ സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അതായി പറയുന്നത് വക്കാന അല്ലാഹു അലീം. കണ്ട, അവിടെ അള്ളാഹുവിൻ്റെ അഗാധജ്ഞത പറയാം. കണ്ട, അള്ളാഹുവിൻ്റെ അഗാധജ്ഞനാണ്, നമ്മൾ അഗാധജ്ഞരല്ല. ഹക്കീമ, അള്ളാഹുവിൻ്റെ ഏത് തന്ത്രവും ഏത് അൽമും എവിടെയും എപ്പോഴും എങ്ങനെയും പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നമുക്ക് അതൊന്നും പറ്റില്ല. നമുക്ക് പലപ്പോഴും വിചാരിക്കാനേ പറ്റും. വിചാരിച്ചതൊന്നും വിചാരിച്ച മാതിരി ഒരു നടക്കലില്ല. നമ്മളൊന്നും നടക്കലില്ല വിചാരിച്ച മാതിരി. എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ അത് ഒന്നുമല്ല 1 മണിക്കൂറോ അരമണിക്കൂറോ വൈകാത്തൊരു പരിപാടി ഉണ്ടാവില്ല. അതങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഹക്കീമുമല്ല അലീമുമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. വമൻ യക്സിബ് ഖതീഅത്തൻ, ആരെങ്കിലും ഒരു ഖതീഅത്ത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നുമല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ മൂസാ നബി ഒരാളെ അടിച്ചു എന്ന് പറയുന്നത് ഒരു ഖതീഅത്താണ് അല്ലേ? അത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷെ ഒരു അബദ്ധത്തിൽ അത് അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ നമ്മൾ ഒരു സൗദി അറേബ്യയിൽ നിന്ന് വല്ല കോടിയൊക്കെ കൊടുത്തിട്ട് ഒരാളെ രക്ഷപ്പെടുത്തിയില്ലേ? ആ ഒരു വിഷയമായിട്ട് ഇത് ബന്ധപ്പെടുത്തി നോക്കുക. കാരണം അയാൾ ചെയ്തത് ഒരു കുറ്റകൃത്യമാണ്. അത് ഒരു ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ്. പക്ഷേ ആ കുറ്റകൃത്യം അയാളെ ഏറ്റെടുത്തില്ല. അയാൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു കൂട്ടരിലേക്ക് ആരോപിക്കുക ചെയ്തത്. കള്ളന്മാർ വന്നിട്ട് ഞങ്ങളെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ അയാളന്ന് സത്യസന്ധമായിട്ടാണ് അയാളത് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഈ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ പറയും അയാൾ അങ്ങനെ ഇട്ട് ഇങ്ങനെ, പക്ഷെ അയാളും അയാളുടെ ഒരു സുഹൃത്തുമൊക്കെ കൂടി ചെയ്ത് വേറെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കലാണ്. അങ്ങനെയല്ലേ? അതൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കണം. അതുകൊണ്ടാണ് അയാളുടെ പിതാവിനൊക്കെ ഇത്ര വലിയ രോഷം ഉണ്ടായത്. കാരണം ഈ ഒരു ഡ്രൈവറെ വെച്ച് നോക്കുന്ന ആൾക്ക് ഇതൊരു വേസ്റ്റാണ്, ഈ മന്ദബുദ്ധിയായ കുട്ടി അല്ലേ? പക്ഷെ അതിൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് പറയുന്നത് മന്ദബുദ്ധിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവില്ല. ചിലപ്പോൾ നേരെ ബുദ്ധിയുള്ള കുട്ടീനേക്കാൾ എപ്പോഴും അലിവ് കൂടുക ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാകുക? അത് രണ്ടും രണ്ട് മാനസികാവസ്ഥയാണ്. ആ കുട്ടീനെ കൊന്നിട്ട് അത് വേറെ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഒരബദ്ധം ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ സത്യസന്ധനാണെങ്കിൽ എന്താ ചെയ്യുക? അതാണ് അവരിനത്ര പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം തനിച്ച കുറ്റവാളിയാണ് ഇവൻ എന്നുള്ളതാണ്. നമ്മൾ മാപ്പെടുത്തില്ല കുറേ കാലം പുറത്ത് നീന്തിക്കുമ്പോൾ. പക്ഷേ ഒരു കുട്ടീനെ കുറിച്ചിട്ട് അങ്ങനത്തെ ധാരാളം കുട്ടികളെ നമ്മൾ പല നാടുകളിലും കാണും. അവരെ മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ സ്നേഹിക്കുന്നുണ്ടാവും. അബദ്ധത്തിലായിരിക്കും സംഭവിക്കുക, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലാവും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതൊരു അബദ്ധമാണ്. ആ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ അതും ചെയ്തു എന്ന് മാത്രമല്ല, വേറെ കഥ മെനഞ്ഞുണ്ടാക്കി വേറെ ആരോ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തെന്നുള്ള കഥകൾ ഉണ്ടാക്കി വരിയാക്കി. അതായത് ഇപ്പോൾ പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ. ഇപ്പോൾ ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ മാഷാ അല്ലാഹ് എഴുതിയില്ലേ? എന്തിനാ? ചന്ദ്രശേഖരനെ വധിച്ചപ്പോൾ മാഷാ അല്ലാഹ് എഴുതണെന്തിനാ? പരോക്ഷമായിട്ട് വേറൊന്നിലേക്ക് സൂചന കൊടുക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ്. അതാണ് അങ്ങനത്തെ സംഭവങ്ങളായി പറയണത്. ഇവിടെയും ഉണ്ടായത് അതാണ്. അയാൾ പടയങ്കി മോഷ്ടിച്ചു. അത് വേറൊരുത്തൻ്റെ അടുത്ത് പിടിപ്പെക്കപ്പെടുമെന്നായപ്പോഴാവും വേറൊരുത്തൻ്റെ ജൂതൻ്റെ അടുത്ത് കൊടുത്തു. ജൂതൻ എന്ത് ചെയ്തു? ജൂതൻ ഈ കഥകളെ അറിയില്ല. ജൂതൻ അതവിടെ മേടിച്ചു വെച്ചു. അവസാന അന്വേഷണമൊക്കെ വന്നപ്പോൾ തൊണ്ടി മുതൽ പിടിക്കുന്നത് ജൂതൻ്റെ അടുത്തു നിന്നാണ്. ജൂതനെതിരായിട്ടാണ് വിധിക്കുക. ഈ ഗോത്രം മുഴുവൻ ഈ കള്ളൻ്റെ കൂടെ നിന്നു. കാരണം അവർക്ക് വലിയ അപമാനമാണ് ഉണ്ടാവുക. അപ്പം ആ അപമാനം മറക്കാൻ അവർ ദുരഭിമാനത്തിന് വേണ്ടി നിന്നു. പക്ഷെ അതിൽ റസൂല് ആ അക്കിടിയിൽ പോയി വീഴുമായിരുന്നു എന്ന് വഹി അനുസരിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. കാരണം റസൂലിന് തെളിവനുസരിച്ചല്ലേ വിധിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിവിടെ അത്ര താവുന്നത്. കാരണം റസൂലിനെ വഞ്ചിക്കാനാണ് അവർ നോക്കിയത്.
റസൂലിനെ വഞ്ചിക്കാനാണ് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളായി നോക്കണമെന്ന് അറിയണം. മുസ്ലിമീങ്ങളാണെന്ന് അറിയപ്പെടുന്ന ആളുകളാണ്, യഹൂദനല്ല. ഈ സംഭവം അറിയുന്ന ഒരു യഹൂദൻ, ഇപ്പം ഈ യഹൂദനും അതിൻ്റെ സ്വന്തം ആളുകൾക്കൊക്കെ ഈ സംഭവം അറിയായിരിക്കും ഇത് നമ്മൾ പറ്റിച്ചതാണെന്നുള്ളത്, ഈ കൊടുന്ന് ചതിച്ചാന്ന്. റസൂലെങ്ങാനും അങ്ങനെ വിധിക്കുകയാണെങ്കിൽ ആ റസൂലിനെ കുറിച്ച് അവരുടെ പിന്നെ ധാരണ എന്താവും? ഇതെന്ത് റസൂലാന്നല്ലേ അല്ലേ? എത്രമാത്രം ദുരവ്യാപകമായ സംഭവങ്ങളുണ്ടാവും. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുക? ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, അന്ന് റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഏത് മറ്റ് മതക്കാരുടെ മേളിൽ അങ്ങോട്ട് ചാരണോണ്ട് കുഴപ്പമില്ലാന്ന് ഇന്ന് നമ്മളത് തെളിവായിട്ട് തരുന്നേ. എന്നിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മറ്റവരുടെ പെരട്ടിക്ക് വെച്ച് കെട്ടിയിരുന്നേ. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ നീതി എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്കൊന്ന് വേറെയാണ്, മറ്റുള്ളവർക്കൊന്ന് വേറെ. നിങ്ങൾ താൽമൂദും മറ്റേ ആവർത്തന പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് വിചാരിച്ചാൽ ഈ യഹൂദൻ്റെ വിഷയത്തിൽ സംഭവിച്ചാൽ യഹൂദൻ്റെ നീതി ഒന്ന് വേറെയാണ്, വേറെ ആൾക്കാർക്ക് വേറെ നീതിയാണ്. ഇതാണ് ഖുർആൻ ഇത് ഇത്രമാത്രം ഗംഭീരമായിട്ട് എടുത്തത് പറയണ ഒരു പടയങ്കി മോഷണത്തിൻ്റെ കഥ. ഇത് മാത്രമല്ല, റസൂലിൻ്റെ കാലത്ത് ഈ വേറെ ഒരു ഗോത്രത്തിലും ഇത് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മക്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണം നടത്തുന്നു. മക്സൂം ഗോത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വലിയ ഗോത്രങ്ങളാണ്. നമ്മളിപ്പോൾ ഈ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്നൊക്കെ പറയുന്നവരൊക്കെ മക്സൂം ഗോത്രക്കാരാണ്. അപ്പോൾ ആ ഗോത്രക്കാർ കട്ടിട്ട് അത് അവർക്ക് വലിയ മാനക്കേടാവുകയാണ്. റസൂലിനോട് നേരിട്ട് പോയി പറയാൻ അവർക്ക് വയ്യ. അങ്ങനെ എന്താ ചോദിച്ചാൽ, ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ റസൂലിൻ്റെ തൊട്ട സെയ്ദ് എന്ന് പറഞ്ഞ റസൂലിൻ്റെ അടിമയായിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ മനാണ് ഈ ഉസാമ എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ അത്രയും ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ശുപാർശ പറയിപ്പിക്കുകയാണ്. അപ്പോഴാണ് റസൂൽ പറയുന്നത്, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ നശിച്ചതിൻ്റെ ഒരു കാരണത അവരിൽ കേമന്മാരായ ആളുകൾ ഓരോ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് വിട്ടുവീഴ്ച ചെയ്യുകയും സാധാരണക്കാർ പാവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. എന്നിട്ടാണ് റസൂല പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നീതിയുടെ വിളംബരമാണ് ആ സംഭവങ്ങൾ. അതൊക്കെ വേറെയും അതൊക്കെ ഖുർആനിലും ഹദീസുകളിലുമായിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ നീതി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായും നമ്മളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട. നമ്മളിപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിപ്പോൾ തൽക്കാലം നമുക്കൊരു നുണ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി എന്ത് നുണയും പറയാം. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു നീതിയൊന്നുമായിട്ട് അത് ബന്ധപ്പെടുത്തുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ ഒരു നുണ പറയുമ്പോൾ, നമ്മൾ ഒരു അനീതി എന്തിനോടെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റു പലർക്കും ബാധിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അതുമായിട്ടാണ് നമ്മളതിനെ വലിയ ഗൗരവമായിട്ട് കാണില്ല എന്ന് വിചാരിച്ചാൽ അതുമായിട്ട് പിന്നീടുണ്ടാവുന്ന സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ ഒക്കെ ഒരു വിഹിതം നമുക്ക് വരികയാണ്. ഇതൊന്നും ചെയ്യുമ്പോൾ ആലോചിക്കില്ല. നമ്മൾ അപ്പോഴത്തെ കാര്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. പക്ഷേ സത്യസന്ധതയോട് കൂടി നിൽക്കുമ്പോൾ അതിന് എപ്പോഴും ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ചെറുതോ വലുതോ ആയ കാര്യങ്ങളിൽ ഒരു നുണ പറയുക എന്ന് പറയുന്നത് പോലും നീതിക്ക് എതിരാണ്. കഴിഞ്ഞു. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. ഫദ്ലുല്ലാഹി അലൈക വറഹ്മത്തുഹു, താങ്കൾക്കുമേൽ അള്ളാഹുവിൻ്റെ ഈ കരുണയും അള്ളാഹുവിൻ്റെ ഈ പ്രത്യേക ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലഹമ്മ ത്വായിഫത്തും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗം അങ്ങ് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിന്? യുദില്ലൂക, താങ്കളെ വഴികേടിലാക്കാൻ. പക്ഷേ അവർ വഴികേടിലാക്കാൻ അങ്ങനെ തുനിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വമാ യുദില്ലൂന ഇല്ല അൻഫുസഹും, അവർ സ്വന്തം വഴികേടിലാകുക എന്നല്ലാതെ വമാ യദുറൂനക മിൻ ഷൈഇൻ, താങ്കൾക്കൊരു പ്രയാസവും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അൻസലല്ലാഹു അലൈക്കൽ കിതാബ്, താങ്കൾക്ക് ഞാൻ ഈ കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, വൽ ഹിക്മത, ഇത് എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള അറിവുകളും താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. വ അല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾക്ക് നീതിയെക്കുറിച്ചോ നീതി എങ്ങനെ നടപ്പിൽ വരുത്തണം എന്നതിനെക്കുറിച്ചോ താങ്കൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല. താങ്കൾ അറിവ് പഠിച്ചവനല്ല, താങ്കൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, കോളേജിൽ പോയിട്ടോ സ്കൂളിൽ പോയിട്ടോ പഠിച്ചിട്ടില്ല. അങ്ങനൊന്നുള്ള ആളല്ലാത്ത താങ്കൾക്ക് ഇതൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. കാരണം ഇത് അള്ളാഹു നൽകിയതാണ് എന്നതുകൊണ്ട് തന്നെ ഇതിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് തെറ്റുപറ്റാത്ത മാർഗമാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, താങ്കൾക്ക് കിട്ടിയ ഈ ഔദാര്യം
അത് അതിമഹത്തമാണ്. അതുവഴി അത് താങ്കൾ ജനങ്ങൾക്ക് കൊടുത്തത് വഴി സമൂഹത്തിനും നമുക്ക് കിട്ടിയത് വഴി നമുക്കും കിട്ടിയത് അതിമഹത്തായ കാര്യമാണ്. നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഏതൊരു കാര്യം എടുത്ത് നോക്കുക, അതിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒരു നിർദ്ദേശമില്ലാതിരിക്കില്ല. അതെന്താ നമുക്ക് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും ഇരുട്ടിൽ തപ്പേണ്ടി വരില്ല. നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ വല്ലാതെ വെച്ച് കെട്ടിയത് ഒരുപാടുണ്ട്. ആ വെച്ച് കെട്ടിയതിനൊക്കെ നമ്മൾ അങ്ങോട്ട് നീക്കിയിട്ടൊന്ന് തുടച്ചു മിനിക്കാൽ ഏറ്റവും സിമ്പിളായ രൂപമാണ് ഈ ഇസ്ലാമിനുണ്ടാവുക. എന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് അത് എന്തപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചില്ല എന്നുള്ളൊരു പരിപാടിയില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു 4 അഭിപ്രായമെങ്കിലും അതിലുണ്ടാവും. അതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എത്ര വിശാലമായിട്ട് അത് കെടുക്കുന്നത് എന്നുള്ളത് അതാണ് വക്കാന ഫളലുല്ലാഹി അലൈക അലീമ. നമുക്ക് ഈ കിട്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അത് റസൂലിൻ്റെ മാത്രമല്ല, ആ റസൂല് ഞമ്മക്കും അത് അതേപോലെ തന്നിട്ടുണ്ടെന്നാണ് റസൂലിനെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ ഉള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, റസൂലിന് എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ അത് നമുക്കുമുണ്ട്. നമ്മളത് പഠിക്കണ്ടോ അറിയണ്ടോ അത് ഫോളോ ചെയ്യണ്ടോ അതൊക്കെ വേറെ കാര്യം, അതൊക്കെ നമ്മുടെ കാര്യമാണ്, അള്ളാഹുടെ കാര്യമല്ല. അള്ളാഹ് ഇതൊക്കെ കൃത്യമായി ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് എപ്പോഴും എടുക്കാവുന്ന രൂപത്തിൽ ഇവിടെ ഉണ്ട്. ഇത്രയും ഗംഭീരമായി സംരക്ഷിക്കപ്പെട്ട ഒരറിവും ഭൂമിയിൽ എവിടെയില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. നമുക്ക് നിർത്താം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.